BDJS സംസ്ഥാന അധ്യക്ഷനും SNDP യോഗം വൈസ് പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പമാണ് കേരള ഫാമേഴ്സ് ഫെഡറേഷൻ അധ്യക്ഷനും കേരള കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ ജോർജ് ജെ മാത്യു കോട്ടയത്ത് ഫാമേഴ്സ് ഫെഡറേഷൻ പ്രതിനിധി സമ്മേളനത്തിനെത്തിയത്. BJP അനുകൂല രാഷ്ട്രീയ പാർട്ടിയായി കേരള ഫാമേഴ്സ് ഫെഡറേഷൻ മാറിയേക്കും, പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു. പൂർണ്ണമായും നിഷേധിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെ മറുപടി റിപ്പോർട്ടറിനോട്. ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ല, ഇത് കൃഷിക്കാരുടെ സമ്മേളനമല്ലേ, അതിലെന്ത് രാഷ്ട്രീയ പ്രാധാന്യം? ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരനല്ല, SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ഞാനൊരു കർഷകനാ, എനിക്ക് ഒരുപാട് കൃഷിയുള്ള ആളാ. ചേട്ടാ, ഇവിടെ കർഷകരുടെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ നിങ്ങൾ തന്നെ അസ്യൂം ചെയ്തൊരു കഥയുണ്ടാക്കി ഞങ്ങൾ എന്ത് മറുപടി പറയും? അല്ലേ ചേട്ടാ? ചേട്ടനോട് ചോദിക്കും, ഒരു കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് കേരള ഫാമേഴ്സ് ഫെഡറേഷൻ അധ്യക്ഷൻ ജോർജ് ജെ മാത്യുവും വ്യക്തമാക്കി. കൃഷിക്കാരുടെ സമ്മേളനമാണ് നിങ്ങളായിട്ടുണ്ടാക്കുന്നതൊക്കെ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഞാൻ പറഞ്ഞത് ഇത് ഒരു പ്രതിനിധി സമ്മേളനമാണ്. ഞങ്ങളുടെ കർഷക ഫെഡറേഷന്റെ പ്രതിനിധി സമ്മേളനമാണ് കോട്ടയത്ത് നടക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പുതിയ പാർട്ടി രൂപീകരണം ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ? അല്ല, ഞങ്ങളുടെ വന്നിട്ടില്ല, അങ്ങനെ അജണ്ടയില്ല. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. അടിസ്ഥാനരഹിതമായ ചില വാർത്തകൾ വന്നതുമൂലം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എത്തുകയില്ലെന്ന് സമ്മേളനം തുടങ്ങിയപ്പോൾ സംഘാടകർ വ്യക്തമാക്കി. ആരുടെ കയ്യിൽ വോട്ടുണ്ടോ അവരെ മാത്രം രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ കാര്യം, രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരുടെ കയ്യിലാണ് വോട്ടുള്ളത് അവനെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ വോട്ടുണ്ട്, നമ്മൾ നിയന്ത്രിക്കാൻ കഴിയുവാനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നമ്മൾ വിചാരിച്ചാൽ തോൽപ്പിക്കുവാൻ ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ആളുകളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് നടപ്പിലാക്കുവാൻ വേണ്ടി ഒരു വാശി പിടിച്ച് ഡൽഹിയിലാണെങ്കിലും തിരുവനന്തപുരത്തേക്കും നമുക്ക് ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ശക്തമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതിരുന്നാൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയില്ല. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നമില്ലെന്ന് ആദ്യം പറഞ്ഞ കേരള ഫാമേഴ്സ് ഫെഡറേഷൻ അധ്യക്ഷൻ ജോർജ് ജെ മാത്യു പ്രസംഗത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ എന്താണ് കുഴപ്പമെന്നും ഇതൊന്നും ആരുടെയും കുത്തക ഒന്നുമല്ലല്ലോ എന്നും പറഞ്ഞു. നിയമസഭയിൽ കർഷകരുടെ പ്രതിനിധികളും വേണമെന്നും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമില്ലെന്നും നാളെ ഒരു നിർണായക തീരുമാനമെടുക്കുമെന്നും ജോർജ് ജെ മാത്യു വ്യക്തമാക്കി. ഇവിടെ എല്ലാ ജനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും ട്രെയിൻ ചെയ്തിട്ടിരിക്കുകയാണ്. എവനെങ്കിലും കഞ്ഞി കുടിക്കുന്നുണ്ട് അവനെ കൊലവിളിക്കാന്നുള്ള, അവന്റെ കൈക്കൂലി മേടിക്കാന്നുള്ളത്. ഇങ്ങനെയൊരു സംസ്കാരമാണ് കേരളത്തിൽ വളർന്ന് ഏതെങ്കിലും കൃഷിക്കാരനോട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കും നിങ്ങൾ. ഇതിനൊരു മാറ്റം വരണ്ടേ? ഇതിന് മാറ്റം വരുത്താൻ യോഗം വിളിക്കും, പറയും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പോകണം. പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി കുഴപ്പമില്ല. ഇതാരുടെയെങ്കിലും കുത്തുകയാണ്, കുറച്ചു പേരുടെ മാത്രം കുത്തുകയാണ് ഏതാണ്ട് പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നത്. അത് കർഷകർ തീരുമാനം എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവും? പക്ഷെ കർഷകർ വിചാരിക്കുകയാണെങ്കിൽ എല്ലാ നിയോജകമണ്ഡലം ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഞാൻ ഇന്ന് പറയുന്നു, ഇന്ന് ഇടതുപക്ഷത്തും വലതുപക്ഷമുള്ള MLA-മാര് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എത്ര MLA-മാരെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടെന്ന്. ഒരു പാർട്ടിയുടെ 5 MLA-മാരുള്ളതിൽ 3 പേരെ ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടു. കാരണം ഇതിലുള്ള സ്ഥാനാർത്ഥി അതിലും വളരെ മോശമായിരുന്നു. കർഷകരെ അണിനിരത്തി കേരള ഫാമേഴ്സ് ഫെഡറേഷന്റെ കീഴിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തന്നെയാണ് ജോർജ് ജെ മാത്യുവിന്റെ തീരുമാനം. നാളെ എന്ത് തീരുമാനമെടുത്താലും പ്രതിനിധികൾ കൂടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞാണ് ജോർജ് ജെ മാത്യു പ്രസംഗം അവസാനിപ്പിച്ചത്. തിരുത്തൽ ശക്തിയായി മാറണമെന്ന് നിർദ്ദേശിച്ച് മാർ മാത്യു അറക്കലും കേരള ഫാമേഴ്സ് ഫെഡറേഷന് പിന്തുണ അറിയിച്ചു. മാർ മാത്യു അറക്കലിന്റെ സന്ദേശം സമ്മേളനത്തിൽ വായിച്ചു. 140 മണ്ഡലങ്ങളിലും കേരള ഫാമേഴ്സ് ഫെഡറേഷൻ പ്രവർത്തകർ പ്രവർത്തിച്ചാൽ 6 മാസം കൊണ്ട് മാറ്റം വരുമെന്നാണ് മാർ മാത്യു അറക്കൽ സന്ദേശത്തിലൂടെ അറിയിച്ചത്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.